ബദാമി ഗുഹകളുടെ ദർശനത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ പോകുന്നത് അഗസ്ത്യ തടാകത്തിൻ്റെ തീരത്തുള്ള ഭൂതനാഥ ക്ഷേത്ര സമുച്ചയത്തിലേക്കാണ്. ഇപ്പോൾ അഗസ്ത്യ തടാകമാണ് കാണുന്നത്. ഏകദേശം ഇപ്പോൾ കാണുന്ന പടവുകൾ വരെ മഴക്കാലത്ത് ജലം ഉയരുമെന്നാണ് ഇവിടുത്തെ വാസികൾ പറഞ്ഞത്. ഈ തടാകം ഇവിടുത്തെ സമീപവാസികൾ കുളിക്കുവാനും മറ്റുമായി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഒരു പുരാതന ക്ഷേത്രമാണ്. ക്ഷേത്രത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും എഴുതി കാണാനില്ല. ശിവക്ഷേത്രമാണ്. ഈ ഭൂതനാഥ ക്ഷേത്രവും പണ്ട് വിഷ്ണു ക്ഷേത്രമായിരുന്നു. പിന്നീടാണ് ശിവക്ഷേത്രമായി പരിവർത്തനം ചെയ്തത്, മാറ്റിയത്. ഇപ്പോൾ നമ്മളുള്ളത് ബദാമിയിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന് സമീപമാണ്. ഈ മ്യൂസിയത്തിൻ്റെ പ്രവർത്തന സമയം 9:30 മണിയാണ്. ഇപ്പോൾ 8 മണിയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ മ്യൂസിയം തുറന്നിട്ടില്ല. ഈ ബദാമിയുമായിട്ട് ബന്ധപ്പെട്ട ഇതിന് വാദാബി എന്ന് പേര് വരാൻ സാഹചര്യമൊരുക്കിയ ഒരു കഥയെക്കുറിച്ച് പറയാം. ഇവിടെ വാദാബി അതേപോലെ ഇൽവല എന്നീ 2 അസുരന്മാരുണ്ടായിരുന്നു. ഇൽവല അസുരന് പുനർജനി മന്ത്രം അറിയാമായിരുന്നു. അപ്പോൾ ഇതിലൂടെ പോകുന്ന യാത്രക്കാർ, ഇപ്പോൾ മ്യൂസിയമാണ് നമ്മൾ കാണുന്നത്, ഇതിലൂടെ പോകുന്ന യാത്രക്കാർ ഇൽവല ക്ഷണിച്ചു വരുത്തുകയും അവർക്ക് വാദാബി ഒരാടായി മാറി ആ ആടിനെ ഭക്ഷണമാക്കി പാകം ചെയ്ത് നൽകുകയും ഇൽവല നൽകുകയും ചെയ്യും. അതിനുശേഷം ഇൽവല പുനർജനി മന്ത്രം ഉപയോഗിച്ച് വാദാബിയെ പുനർജീവിപ്പിക്കുമ്പോൾ ഈ ഭക്ഷണം കഴിച്ച ആളുകളുടെ മരണം സംഭവിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അതിൻ്റെ വേറെ പൊട്ടി വാദാബി പുറത്തേക്ക് വരുന്ന പതിവുണ്ടായിരുന്നു. ഇവിടെ ആരാധനയുള്ളൊരു ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ ആരാധനയുണ്ട്. ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ രംഗങ്ങളാണ്. ഈ കഥ ഈ രംഗങ്ങൾക്ക് ശേഷം തുടരാം. അപ്പോൾ ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി അഗസ്ത്യമുനി ഈ സ്ഥലത്തേക്ക് വരികയും ഇൽവല അഗസ്ത്യമുനിക്ക് ആട്ടിൻ മാംസം നൽകുകയും ചെയ്തു എന്നാണ്. വാദാബിയെ ആടാക്കി മാറ്റിയ ശേഷം ആ മാംസം നൽകിയെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഇത് ഭക്ഷിച്ച ഉടനെ തന്നെ അഗസ്ത്യമുനി വാദാബി ജീർണോഭവ എന്ന് പറയുകയും വാദാബി അതിലൂടെ ദഹിച്ച് ജീർണിക്കുകയും ചെയ്തു. ഇൽവല ഇപ്പോൾ നമ്മൾ കാണുന്നത് പാറയിലുള്ള കൊത്തുപണികളാണ്. കൊത്തുപണികൾ അതിനേക്കാളുപരി ചില രേഖപ്പെടുത്തലുകളാണ്. ഇത് BC വളരെ പഴയ ക്രിസ്തുവർഷത്തിന് മുന്നേയുള്ള രേഖകളായിട്ടാണ് കണക്കാക്കുന്നത്. പാറയിലുള്ള കൊത്തുപണികളായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ വയനാട്ടിലൊക്കെയുള്ള കൊത്തുപണി പോലെ ഉള്ള ചില ആലേഖനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബദാമിയിലെ ഫോർട്ടുകളാണ്, കോട്ടകളാണ്. ഇവിടെ പീരങ്കി എല്ലാം ഉള്ളൊരു ഫോർട്ടുകൾ നമുക്ക് വിദൂരത്തിൽ ദൃശ്യമാണ്. ഇനി കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. വാദാബി അങ്ങനെ ഇല്ലാതായി, ജീർണോഭവ എന്ന് പറഞ്ഞ് കൊല്ലപ്പെട്ടു. വളരെ കോപാകുലനായ ഇൽവിഹ നമ്മുടെ അഗസ്ത്യമുനിയുമായി യുദ്ധത്തിന് പുറപ്പെടുകയും അഗസ്ത്യൻ അദ്ദേഹത്തെ ഭസ്മീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സിന് എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള വേറൊരു ക്ഷേത്രമാണ്. ഇതും ശിവക്ഷേത്രമാണ്. ഇതെല്ലാം
AD 400-ാം നൂറ്റാണ്ടിൽ 400, 500, 600 ആ കാലഘട്ടങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്, നിർമ്മിക്കപ്പെട്ടവയാണ് അഗസ്ത്യ തടാകം, ആ തടാകത്തോട് ചേർന്നിട്ടുള്ള ശിവക്ഷേത്രം. ഇതാണ് വാതാപി എന്ന പേര് ഈ സ്ഥലത്തിന് വരാൻ കാരണം. ഇവിടെ അതിപുരാതനമായൊരു വിഘ്നേശ്വര വിഗ്രഹമുണ്ടായിരുന്നു. ആ വിഘ്നേശ്വരനെ പിന്നീട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ രാജാവ് പ്രതിഷ്ഠിച്ചു. ആ ക്ഷേത്രമാണ് വാതാപി ഗണപതി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഈ ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് അതിവിശാലമായ പുൽത്തകിടികൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷിച്ചു വരുന്നുണ്ട്. ഈ സ്റ്റെപ്പിലൂടെ കയറി ഇതിൻ്റെ പുറകുവശത്തെ കടവിലേക്ക് പോയാൽ അവിടെ 2 മോണ്യുമെൻറ്റ്സ് ഉണ്ട്, 2 സംരക്ഷിത സ്ഥലങ്ങളുണ്ട്. അത് നോക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. പൊതുവെ ജനങ്ങൾ ഇത് ശ്രദ്ധിക്കാറില്ല. ഈ പിൻവശത്തേക്ക് വന്ന് ഈ 2 സ്ഥലങ്ങൾ സന്ദർശിക്കാറില്ല. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിമനോഹരമായ 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തിലൂടെ വന്ന് അവിടെയുള്ള ഒരു കടവിലിറങ്ങിയാൽ ഇപ്പോൾ നമ്മുടെ വലതുവശത്ത് കാണുന്ന ഒരു ഗുഹയുടെ പാറക്കെട്ടുകളോട് ചേർന്ന ഒരു ചെറിയൊരു ക്ഷേത്രം കാണാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ അനന്ത ശയന രൂപത്തിലുള്ള വിഷ്ണുവിൻ്റെ മനോഹരമായ ഒരു കൊത്തുപണിയുണ്ട്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊരു ചെറിയൊരു ക്ഷേത്രമാണ്. അതിൻ്റെ അകത്ത് അനന്ത ശയന രൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിമ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ ആരാധനയൊന്നുമില്ല. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂതനാഥ ക്ഷേത്രം ആദ്യം കാലഘട്ടത്തിൽ വിഷ്ണു ക്ഷേത്രമായിരുന്നു. പിന്നീടാണ് ശിവക്ഷേത്രമായി അതിനെ മാറ്റിയത്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഈ അഗസ്ത്യ തടാകത്തിൻ്റെ തീരത്തിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ബുദ്ധപ്രതിമയുള്ള ഗുഹാമുഖത്ത് എത്തിച്ചേരും. ഈ ഗുഹയിലേക്ക് പ്രവേശനം ഇപ്പോൾ പ്രവേശിക്കാൻ പറ്റുന്നില്ല. ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. ഇനി അത് എപ്പോഴാണ് തുറക്കുക എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതും അതിപുരാതനമായിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രമാണ്. ഭൂതനാഥ ക്ഷേത്രവും അതിൻ്റെ പരിസരവും പ്രകൃതിയാൽ വളരെ മനോഹരമാണ്. തടാകം, മലനിരയിലുള്ള ഗുഹാക്ഷേത്രങ്ങൾ, ആകെയുള്ള ഒരു കാഴ്ച അതിമനോഹരമാണ്. ഇപ്പം ഞാൻ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ഗ്രില്ലിട്ടിട്ടുണ്ട്. ആ ഗ്രില്ലിൻ്റെ ഉള്ളിലൂടെ ക്യാമറ കാണിച്ച് അതിൻ്റെ അകത്തുള്ള പ്രതിമകളെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശ്രീബുദ്ധൻ്റെ പ്രതിമകളാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം കാണുന്നുണ്ട്. കാരണം ഇത് നുഴഞ്ഞ് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഒരു പകുതി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രില്ലിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീബുദ്ധനെ ഏകദേശം കാണിക്കാൻ കഴിയുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വെളിച്ചമില്ല. വീണ്ടും നമ്മൾ ഈ പുൽത്തകിടയിലൂടെ ഭൂതനാഥ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ബദാമിയിൽ കാര്യമായിട്ട് 4 ഗുഹാക്ഷേത്രങ്ങൾ. അതിൽ ഒരു ക്ഷേത്രം ജൈന വിശ്വാസത്തിനും, 2 ക്ഷേത്രങ്ങൾ വിഷ്ണുവിനും, ഒരു ഗുഹ ശിവനുമാണ്, ശിവക്ഷേത്രവുമാണ്. ഇവിടെ ഒന്നും ആരാധനകളില്ല. അതിന് ശേഷം തടാകത്തിൻ്റെ തീരത്തായി കാണുന്ന ഭൂതനാഥ ക്ഷേത്ര സമുച്ചയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിന് മുകളിലായി 2 ശിവാലയങ്ങളുണ്ട്. ലോവർ ശിവാലയ, അപ്പർ ശിവാലയ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത് നമ്മുടെ ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ്.
ഇതെല്ലാം ഒരു 5-6 ക്ഷേത്രങ്ങളുടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങളുണ്ട്. ഓസിയാല രീതിയിൽ നിർമ്മിച്ചവയാണ്. പക്ഷേ ചിലതിൽ ശിവലിംഗങ്ങളുണ്ടെങ്കിലും എവിടെയും ആരാധനയില്ല. ഇതെല്ലാം ചരിത്ര സ്മാരകങ്ങളായി സൂക്ഷിക്കുന്ന മോണ്യുമെൻറ്റ്സാണ്. ഇതതിൻ്റെ അകത്ത് ഒരു പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു വിവരണമൊന്നും ഇവിടെ എഴുതി വച്ചിട്ടില്ല. ഇത് നിർമ്മിതികളുമായിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമായിരുന്നു, പിന്നീട് ശിവക്ഷേത്രമായി പരിവർത്തനം ചെയ്തതാണ്, മാറ്റിയതാണ്. ഈ ക്ഷേത്രം അസ്തമയ സമയത്ത് കാണാൻ നല്ല മനോഹരമാണ്. കാരണം സൂര്യപ്രകാശം നേരെ ക്ഷേത്രത്തിലേക്ക് വന്ന് പതിക്കുന്നു. ക്ഷേത്രത്തിനോടഭിമുഖമായി തടാകം. അപ്പോൾ വിദൂരമായിട്ട് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് ഇത് നൽകും. അതിവിശാലമായ തടാകമാണ്. ഇവിടുത്തെ ജനങ്ങൾ ഈ തടാകത്തിൽ കുളിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇതാണ് ഭൂതനാഥ ക്ഷേത്രവും സമുച്ചയവും. ഇവിടെയുള്ള പുൽത്തകിടികൾ എന്തുകൊണ്ടും ബദാമി വന്നു കഴിഞ്ഞാൽ കണ്ണുകൾക്ക് ആനന്ദമേകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഭൂതനാഥ ക്ഷേത്രവും അതിൻ്റെ പരിസരവും. വരുന്നവർ തീർച്ചയായും ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുക. ശിവലിംഗം അകത്തു കാണാം. നിർമ്മിതികളെല്ലാം ഏകദേശം ഒരുപോലെയാണ്. ക്ഷേത്രത്തിന് ദൂരത്തു നിന്നുള്ള കാഴ്ചകൾ. കണ്ടവർക്ക് നന്ദി. താങ്ക് യു.